കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1858 ഫെബ്രുവരി മാസം 11-ാം തീയതി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്ന, പാവപ്പെട്ട, വിദ്യാഭ്യാസമില്ലാതിരുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ബെർണഡീത്ത എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിക്ക് ഒരു സ്വർഗീയ സ്ത്രീയുടെ ദർശനം ലഭിച്ചതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ഈ സ്വർഗീയ സ്ത്രീ ജപമാലയും കയ്യിലേന്തിയാണ് ബെർണഡേറ്റിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും വെളുത്ത മുത്തുകളുള്ള ജപമാല ചൊല്ലിക്കൊണ്ട് അവൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഈ സ്ത്രീയുടെ പ്രത്യക്ഷപ്പെടലിൽ ഭയത്തോടെ പേടിച്ചിരുന്ന ബെർണഡീത്ത ജപമാല ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ഈ ഭയം അവളിൽ നിന്ന് വിട്ട് മാറിയെന്നും ഈ സ്ത്രീയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഒരു സന്തോഷവും ആഹ്ലാദവും ബെർണഡീത്തയ്ക്ക് ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ പിന്നീട് ബെർണഡീത്തയുടെ ജീവിതത്തിൽ ഈ സ്ത്രീയിൽ നിന്നുണ്ടായ മറ്റ് അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ്. 1858 ഫെബ്രുവരി 11 ആദ്യ പ്രത്യക്ഷീകരണത്തിനു ശേഷം ഊണിലും ഉറക്കത്തിലും സ്ത്രീയെപ്പറ്റിയുള്ള ചിന്തകൾ ബെർണഡീത്തയെ ആകെ മാറ്റങ്ങളിലേക്ക് നയിച്ചു. സഹോദരിക്കൊപ്പം വീട്ടിലെത്തിയ ബെർണഡീത്തയുടെ ഭാവവ്യത്യാസം വീട്ടുകാർ തിരിച്ചറിഞ്ഞു. കാര്യം തിരക്കിയ അമ്മ ലൂയിസിയോട് ബെർണഡീത്തയുടെ സഹോദരി നടന്നതെല്ലാം വിശദീകരിച്ചു. താൻ കേട്ട കാര്യങ്ങളിൽ ഉള്ളിൽ തോന്നിയ അവിശ്വസനീയത പൂർണ്ണമായും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബെർണഡീത്തയെ ശകാരിക്കാൻ ആരംഭിച്ച അമ്മയോട് ബെർണഡീത്ത സംഭവിച്ചതെല്ലാം കൂടുതൽ വിശദമായി വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമങ്ങൾ വിഫലമായി. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളായിരിക്കാം തന്റെ മകളുടെ അടുക്കൽ വന്നതെന്നും അല്ലെങ്കിൽ അതെല്ലാം അവൾ വിഭാവനം ചെയ്തതാകാമെന്നും അവളുടെ അമ്മ കരുതി. തന്നെ വിശ്വസിക്കാൻ തന്റെ മാതാപിതാക്കൾക്ക് പോലും കഴിയാത്തത് അവളെ കടുത്ത ദുഃഖത്തിലാഴ്ത്തി. ഇതേ തുടർന്ന് തന്റെ ഇടവക വികാരിയുടെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അവൾ രഹസ്യമായി വിശദീകരിച്ചു. യാതൊരു പ്രാധാന്യവുമില്ലാത്ത ഒന്ന് കേൾക്കുന്ന ഭാവത്തിൽ എല്ലാം ശ്രവിച്ച ശേഷം കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ പറഞ്ഞയച്ചു. വീണ്ടും പാറക്കൂട്ടങ്ങൾക്കടുത്ത് സ്ത്രീയെ കണ്ട സ്ഥലത്ത് വെഞ്ചിരിച്ച വെള്ളവുമായാണ് ബെർണഡീത്ത എത്തിയത്. കൊന്ത ചൊല്ലാൻ തുടങ്ങിയ ഉടനെ സ്ത്രീ വീണ്ടും വന്നു. ബെർണഡീത്ത വിശുദ്ധജലം തളിച്ചുകൊണ്ട് നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ മുൻപോട്ട് വരാൻ സ്ത്രീയോട് പറഞ്ഞതിനെ തുടർന്ന് സ്ത്രീ അല്പം മുൻപോട്ട് വന്ന് തല കുനിച്ച് അവളെ അഭിവാദ്യം ചെയ്ത് പുഞ്ചിരിച്ചു. പ്രകാശമാനമായ ബെർണഡീത്തയുടെ മുഖത്തെ രൂപാന്തരവും കണ്ണുകളിലെ തിളക്കവും നിശ്ചലതയും ചുറ്റുമുണ്ടായിരുന്നവരെ വിസ്മയിപ്പിച്ചു. ചോദ്യങ്ങളും സംശയങ്ങളുമായി ഓരോരുത്തർ മാറി മാറി അവളുടെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു.
ചിലരൊക്കെ അവൾക്ക് ഭ്രാന്താണെന്നും പിശാചുബാധയാണെന്നും വിലയിരുത്തി. അവളാകട്ടെ സ്വർഗീയ ദർശനങ്ങൾക്കായി ഹൃദയത്തിൽ അഭിലഷിച്ചുകൊണ്ടിരുന്നു. ഫെബ്രുവരി മാസം 14-ാം തീയതി രാവിലെ മസാബിയിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്ത വീണ്ടും ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് ബർണിത തൻ്റെ അനുജത്തി മേരിയോട് പറഞ്ഞു. മേരിയെയും കൂട്ടി ഫെബ്രുവരി മാസം 11-ാം തീയതി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ കസിൻ ജീനിനെയും കൂട്ടി ഇവരെ 3 പേരും കൂടെ വീണ്ടും മസാബിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് ഉള്ളിൽ ലഭിച്ച ഒരു പ്രേരണയനുസരിച്ച് വീണ്ടും അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഇപ്രാവശ്യം ബർണിറ്റ മസാബിയിലേക്ക് പോയപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ചും കയ്യിലെടുക്കുവാൻ അവൾ പരിശ്രമിച്ചു. അതാണ് അവൾ തൻ്റെ കൂടെ വെഞ്ചരിച്ച ഹന്നാം വെള്ളം കൊണ്ടുപോയിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾ ഓർത്തു ഇപ്രകാരമാണ്: താൻ കണ്ട 11-ാം തീയതിയിലുണ്ടായ ആ സംഭവത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും തിന്മയാണെങ്കിൽ, ഏതെങ്കിലും സാത്താൻ്റെ പ്രവർത്തനമാണെങ്കിൽ വെഞ്ചരിച്ച ഹന്നാമള്ളം ഉപയോഗിച്ച് ഞാൻ ആ സ്ത്രീയെ തളിക്കുമ്പോൾ സാത്താൻ പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, അവൾ വിട്ടുപോകും. ഇനി എന്തെങ്കിലും ദൈവിക അനുഭവമാണെങ്കിൽ ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കും എന്നുള്ള ഒരു ബോധ്യം ഈ 14 വയസ്സുള്ള ബെർണിത്തായ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബർണിത ഈ ഹന്നാം വെള്ളവും കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2-ാമത്തെ രഹസ്യമായപ്പോൾ ഈ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇവൾ പ്രത്യക്ഷപ്പെട്ടു, പുഞ്ചിരിയോടുകൂടി ബർണിതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ബർണിതയ്ക്ക് മാത്രമാണ് അവളെ കാണാൻ സാധിച്ചത്. ഇവൾ പ്രത്യക്ഷപ്പെടണുണ്ടേ തന്നെ ബർണിത താൻ കയ്യിൽ കരുതിയിരുന്ന ആ ഹന്നാം വെള്ള കുപ്പിയിലുണ്ടായിരുന്ന ജലം മുഴുവനും ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് ഒഴിച്ചു. ഇതൊഴിച്ചപ്പോൾ ബർണിത ഇപ്രകാരം സ്ത്രീയോട് പറഞ്ഞു: നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഇവിടെ നിൽക്കുക, നീ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഇവിടം വിട്ടു പോവുക എന്നും പറഞ്ഞ് ഹന്നാം വെള്ള കുപ്പി മുഴുവൻ ജലം മുഴുവൻ ആ സ്ത്രീയുടെ മേത്ത് ഒഴിച്ചു. തൻ്റെ ദേഹത്ത് ഹന്നാം വെള്ളം വീണപ്പോൾ ആ സ്ത്രീ ബർണിതായെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇപ്രകാരം പുഞ്ചിരിച്ചുകൊണ്ട് ബർണിതായുടെ നോക്കിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ, മാതൃസ്നേഹത്തോടെ അവൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ബർണിതായ്ക്ക് മനസ്സിലായി ഇത് തിന്മയല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ള എന്തോ വലിയൊരു ഇടപെടലാണ് എന്ന് മനസ്സിലായി. കാരണം ഹന്നാം വെള്ളം ഒഴിച്ചപ്പോഴും അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. പുഞ്ചിരിയോടുകൂടി തന്നെ സ്നേഹത്തോടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉടനെ സമയത്തിന് ശേഷം ബർണിത വലിയൊരു ആത്മീയ നിർവൃതിയിലേക്ക് ആഴ്ന്നു പോകുന്നു. അവൾ പ്രത്യേക ഒരു സ്ഥലത്തേക്ക് നോക്കി തന്നെ നിൽക്കുന്ന ഒരനുഭവം ഉണ്ടാകുന്നു. അവൾ ബോധരഹിതയായി ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി വീഴുന്നതായിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ദർശിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം അവൾക്ക് എന്തോ ഒരു പ്രത്യേകത കണ്ടു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഒത്തിരി ഭയപ്പെട്ടു. അവർ പേടിച്ച് അവൾ ബോധരഹിതയായി വീഴുന്നത് കണ്ടപ്പോൾ ബഹളം വെച്ചു. അപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി. മില്ലർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഈ ബർണിതായുടെ അടുത്ത് വന്ന് ആ മകളെ വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി സഹായിച്ചു. ഇപ്രകാരം അവൾ തൻ്റെ ആ ഒരു ആത്മീയ അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന ചില ആളുകൾക്ക് ഓടിക്കൂടി ആളുകളൊക്കെ അവളെ ശകാരിച്ചു. നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിച്ചു. ഒരു സ്ത്രീ അവളുടെ മുഖത്ത് പോലും അടിച്ചുവെന്നാണ് പറയുക. മില്ലർ ഈ മകളെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് ബർണിതായുടെ വീട്ടിൽ കൊണ്ടാക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ചെന്നു. അപ്പോൾ ഈ ബഹളം കേട്ട് പോകുന്ന വഴിക്കൊക്കെ ബർണിതായുടെ അമ്മ ഓടി ഇവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ലൂയിസ ഓടി വന്നു. അപ്പോൾ ലൂയിസ ഈ മകളെ ഒരുപാട് ശകാരിച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ ആ മകളെ കൂട്ടിക്കൊണ്ടുപോയി ആ മകളോട് ഇനി ഒരിക്കലും ഈ മസാബിയിലേക്ക്, ആ ഗ്രോട്ടോയുടെ അടുത്തേക്ക് ഇനി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ വിലക്കി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ
അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം ദർശിക്കുമെന്ന് തിന്മയ്ക്കറിയാം, സാത്താൻ അറിയാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളെയും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെയും അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് സാത്താൻ മാക്സിമം പരിശ്രമിക്കുന്നത് നമ്മൾക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുള്ള സ്ഥലങ്ങളിലുള്ള സംഭവങ്ങളും അനുഭവങ്ങളും വിവരിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുലിഖിതം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വെളിപാട് 12:17 ഇപ്രകാരം പറയുന്നു: സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പന കാക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി സ്ത്രീയുടെ സന്താനങ്ങളിൽ അവശേഷിച്ചവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടുവെന്ന്. സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകുന്ന വലിയൊരു അനുഗ്രഹം. സ്ത്രീയുടെ ഈ സന്താനങ്ങൾ ദൈവകൽപ്പന കാക്കുന്നവരായിരിക്കും. വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്താനങ്ങൾ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. ആയതിനാൽ ഈ സ്ത്രീ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയൊക്കെ ദൈവകൽപ്പന മഹത്വപ്പെടും. ഈ സ്ത്രീ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയൊക്കെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന അനേകായിരങ്ങൾ ജന്മമെടുക്കും. ഇത് വ്യക്തമായി അറിയാവുന്ന തിന്മ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓരോ പ്രത്യക്ഷപ്പെടലുകളും ഓരോ ഇടപെടലുകളും അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നത് 1858 ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. ഇതിൽ നമ്മൾ മറ്റൊരു പ്രത്യേകത കൂടെ നമ്മളിതിൽ കാണുന്നുണ്ട്. ബെർണഡീത്ത എന്താണ് അന്ന് മസാബയിലേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോയത്? വെഞ്ചരിച്ച ഹന്നാമ്പള്ളം. 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ കൊച്ചു കുഞ്ഞിന് ഹന്നാമ്പള്ളത്തിൻ്റെ പ്രാധാന്യം നന്നായി അറിയാമായിരുന്നു. തിന്മയ്ക്കെതിരെ പടവെട്ടുവാൻ സഭയിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു ആയുധമാണ് ഹന്നാമ്പള്ളം എന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഹന്നാമ്പള്ളം അവൾ എടുത്തുകൊണ്ട് പോയി പറഞ്ഞത്, നീ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ഹന്നാമ്പള്ളം ഒഴിച്ചു പറയുന്നത് ഇവിടുന്ന് വിട്ടുപോവുക, നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഇവിടെ നിൽക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഹന്നാമ്പള്ളം സൂക്ഷിച്ചിരിക്കണം. അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ച് പായലൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കരുത് നമ്മുടെ കുടുംബങ്ങളിൽ ഹന്നാമ്പള്ളം സൂക്ഷിക്കുന്നത്. കാരണം ഹന്നാമ്പള്ളം നമ്മൾ കൂടെ ഉപയോഗിക്കണം. ഹന്നാമ്പള്ളം ഉപയോഗിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഹന്നാമ്പള്ളം തളിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കാൻ സാധിക്കും. ഹന്നാമ്പള്ളം ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് സാധിക്കും. ഹന്നാമ്പള്ളം ഉപയോഗിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള ആടുമാടുകളെയും നമുക്ക് മൃഗങ്ങളെയും ഒക്കെ നമുക്ക് തളിച്ച് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. ഹന്നാമ്പള്ളം ഉപയോഗിച്ച് പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ഹന്നാമ്പള്ളം ക്രൈസ്തവർക്ക് ദൈവം നൽകിയിരിക്കുന്ന തിന്മയ്ക്കെതിരെ പോരാടുന്ന വലിയൊരു ആയുധമാണ്. പ്രിയമുള്ളവരെ, ചില ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന ഇപ്രകാരമാണ്: ഹന്നാമ്പള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും വിടുതൽ ശുശ്രൂഷകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു അഭിഷേകം അവിടെ കടന്നു വരുന്നതായിട്ട് ആത്മീയ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു ഇടപെടൽ ഹന്നാമ്പള്ളം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് ലഭിച്ചിട്ടുള്ളതായി ചില അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ടല്ലോ: ദൈവം അരുളി ചെയ്തു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, സകല മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ വിമുക്തരാക്കപ്പെടും.
സഹോദരങ്ങളെ, സകല മാലിന്യങ്ങളിൽ നിന്നും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മളെ വിമുക്തരാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുവാൻ സഭ നൽകിയിരിക്കുന്ന ആയുധമായ ഹന്നാം വെള്ളം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും ഇടവകയിലുമൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കണം. അതിൽ വലിയൊരു ദൈവിക ഇടപെടൽ അനേകരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ബെർണഡീത്തായ്ക്കൊരു ഉൾപ്രേരണ ലഭിച്ച അനുസരിച്ച് 1858 ഫെബ്രുവരി മാസം 18-ാം തീയതി അവൾ മസാബിയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല. കാരണം അമ്മ അവിടെ പോകുന്നതിനെ വിലക്കിയിരുന്നു. അപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ചില സ്വാധീനമുള്ള ഒരു മാഡം മില്ലറ്റും അന്റോണിയറ്റും ഈ അമ്മയുടെ അടുത്ത് വന്ന് അവളെ വീണ്ടും അങ്ങോട്ട് വിടണമെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെയും കൂട്ടിക്കൊണ്ട് മസാബിയിലേക്ക് പോവുകയാണ്. ബെർണദീത്തയുടെ ഗ്രോട്ടോ യാത്ര അമ്മയായ ലൂയിസ എന്നേക്കുമായി വിലക്കിയെങ്കിലും സംഭവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ നാട്ടിലെ പ്രമുഖ വനിതകൾ തങ്ങൾക്കൊപ്പം ബെർണദീത്തയെ ഗ്രോട്ടോയിലേക്ക് വിട്ടയക്കാൻ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ ഫെബ്രുവരി 18-ന് ബെർണദീത്ത വീണ്ടും പാറക്കൂട്ടങ്ങൾക്കരികിലേക്ക് യാത്രയായി. ഈ യാത്രയിൽ അവളെ അനുധാവനം ചെയ്ത് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനായി കൂടെ കുറെ പേരും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുകയായിരുന്ന അവൾക്ക് മുൻപിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഏറ്റവും മാധുര്യമുള്ള സ്വരത്തിൽ അമ്മ പറഞ്ഞു, ഈ ലോകത്തിൽ നിനക്കു ഞാൻ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നില്ല, പരലോകത്തിൽ നീ സന്തോഷവതിയായിരിക്കും. 15 പ്രാവശ്യം കൂടി ഇവിടെ വരാൻ നിനക്ക് ദയയുണ്ടാകുമോ? ഫെബ്രുവരി 19-നും 20-നും പ്രത്യക്ഷീകരണങ്ങൾ തുടർന്നു. ഫെബ്രുവരി 20-ന് അമ്മ ബെർണദീത്തയെ ഒരു രഹസ്യ പ്രാർത്ഥന പഠിപ്പിച്ചു. മരണം വരെ അവൾ അത് ചൊല്ലി. ഫെബ്രുവരി 21-ന് പ്രത്യക്ഷീകരണ വേളയിൽ അവളെ പരിശോധിച്ച ഡോക്ടർ പിയറെ റോമേനിയോ ദോസൂസ് അവൾക്ക് ഒരു തകരാറും ഇല്ലെന്ന് വിലയിരുത്തി. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാനായിരുന്നു അമ്മ അന്ന് അവളോട് ആവശ്യപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫിലിപ്പിയരുടെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുലിഖിതം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക കാര്യങ്ങളിൽ അവർ ചിന്ത അർപ്പിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന്. ഈ ഒരു വചനമാണ് പരിശുദ്ധ അമ്മ ലൂർദിൽ സ്ഥിരീകരിച്ച് നൽകുക. ഭൗതികമായി കാര്യങ്ങളിൽ ചിന്തയർപ്പിച്ച് നമ്മൾ ഇവിടെ അല്പകാലമൊക്കെ ജീവിക്കുകയുള്ളൂ, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന ഒരു മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ലൂർദിൽ പരിശുദ്ധയമ്മ നൽകുകയാണ്. വിശുദ്ധ ബെർണഡീത്തിന് പരിശുദ്ധയമ്മ ഇപ്രകാരം സന്ദേശം നൽകിക്കൊണ്ട്, ഈ ലോകത്തിലല്ല അടുത്ത ലോകത്തിൽ നിനക്ക് വലിയ സന്തോഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ആ മകളെ അനുഗ്രഹിക്കുന്നത് നമ്മൾ 3-ാമത്തെ ദർശനത്തിൽ കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും 4, 5, 6 ദർശനങ്ങൾ ഫെബ്രുവരി 19, 20, 21 ദിവസങ്ങളിൽ ഈ മകൾക്ക് ലഭിക്കുന്നുണ്ട്. ഫെബ്രുവരി മാസം 20-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇവൾ കടന്നു ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ ഒരു രഹസ്യമായ പ്രാർത്ഥന ഈ മോളെ പഠിപ്പിച്ചു. ഇവൾക്ക് മാത്രം ഒരു രഹസ്യമായ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. അവളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ബെർണഡീത്ത ഈ പരിശുദ്ധയമ്മ പഠിപ്പിച്ച രഹസ്യ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും ഫെബ്രുവരി മാസം 21-ാം തീയതി തൻ്റെ 6-ാമത്തെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ വലിയൊരു കാര്യം ഈ കൊച്ചു പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. ചോദിച്ചത് ഇപ്രകാരമാണ്: മകളെ, നീ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്.
പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ഈ മകളോട് ഫെബ്രുവരി 21 ദർശനത്തിൽ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ: ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പറയുന്നത്, നിങ്ങൾ പരിഹാരമെന്ന ആയുധമെടുത്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുവാനാണ്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് പരിഹാരം എന്നുള്ളത്? ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നിങ്ങൾക്ക് ആയുധം. തുടർന്ന് വചനം പഠിപ്പിക്കുന്നു, ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ശരീരത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡനങ്ങൾ ഏറ്റ് ഇല്ലെങ്കിൽ സഹനങ്ങളേറ്റ് നമ്മുടെ പാപത്തോട് വിട പറയുവാനുള്ള, പാപത്തെ അതിജീവിക്കുവാനുള്ള കൃപാവരം യേശുക്രിസ്തു ശരീരത്തിൽ പീഡനമേറ്റ ആ മനോഭാവം നമ്മളും ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിക്കുവാൻ തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ലൂർദിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോകമെമ്പാടുമുള്ള നമ്മളെ ഓരോരുത്തരെയും അമ്മ വിളിക്കുകയാണ്. കാരണം നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും അനേകം പാപികൾ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടെ പാപികളാണല്ലോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ നമ്മളും രക്ഷ പ്രാപിക്കും. ഇനി പരിശുദ്ധയമ്മ പറയുന്നു, ഇതൊരു സാധാരണ പ്രാർത്ഥന മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ നമ്മളൊരു ശക്തമായ ഒരു ആയുധം കൂടി ഉപയോഗിക്കണം. എന്താണ്? പരിഹാരം എന്ന ആയുധം. അതാണ് ശരീരത്തിൽ പീഡനമേറ്റ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ ആയുധമായി സ്വീകരിക്കുവാൻ വിശുദ്ധ പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ സന്ദേശങ്ങളാണ് ഒരു കൗമാരപ്രായത്തിലുള്ള ബർണിത്തായിലൂടെ നമുക്ക് പങ്കുവെച്ച് തന്നിരിക്കുക. പ്രിയമുള്ളവരെ, ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഇന്നും ലോകം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മ ലൂർദ് നൽകിയിരിക്കുന്ന ഓരോ സന്ദേശങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, സ്വർഗം നൽകിയിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ ലൂർദ് നൽകിയ ഈ അനുഭവങ്ങളൊക്കെ എപ്രകാരമാണ് പ്രാദേശിക ഭരണകൂടം കണ്ടത് എന്നും തുടർന്ന് പരിശുദ്ധ അമ്മയുടെ പിന്നീടുണ്ടായ പ്രത്യക്ഷപ്പെടലിലൊക്കെ അമ്മ എന്താണ് നമ്മോട് സംസാരിക്കുന്നതെന്നും നമ്മൾ കാണും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പരിഹാരം ചെയ്ത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.